ഹലോ ഗൈസ്, എൻ്റെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. ഈ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് വന്നിട്ട് നമ്മുടെ കോവളം വെള്ളാറിലാണ് നമ്മുടെ ഈ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഉള്ളത്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാവുന്നതാണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ്. പിന്നെ ഇവിടെ കാർ പാർക്കിങ്ങിന് 30 രൂപയും ബൈക്കിന് 10 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അതേ നമ്മൾ കുറച്ചോട്ട് മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഓരോയിടത്ത് ഇതേപോലെ നമുക്ക് ടോയ്ലറ്റ് സർവീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടി മുമ്പിലോട്ട് പോകുമ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. നല്ല എല്ലാവർക്കും ഇവിടെ വന്നിരുന്ന് കഴിക്കാനുള്ള നല്ല ഫെസിലിറ്റീസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തെ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്തത് 2021 ജനുവരിയിലാണ്. അന്ന് പിണറായി വിജയനായിരുന്നു ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. 2021 കോവിഡിൻ്റെ ഒക്കെ ആ സമയത്തൊക്കെ ആയിരുന്നു ഇതിവിടെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നത്. അത് ഫസ്റ്റ് സെക്ഷനായിരുന്നു. നമ്മുടെ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ, ഹാൻഡ്ലൂംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. എല്ലാം നല്ല ഹാൻഡ് മെയ്ഡ് നല്ല രീതിയിലൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളായതുകൊണ്ട് നല്ല ക്വാളിറ്റി ആയിരിക്കും. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ അവിടെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റും തേക്കൂട്ട് ക്രാഫ്റ്റിൻ്റെ ഒരു സെക്ഷനുണ്ട്. തേക്കൂട്ട് ക്രാഫ്റ്റിൻ്റെ അകത്ത് നമ്മൾ തേക്കിൽ നല്ല രീതിയിൽ അവർ ഈ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് പർച്ചേസും ചെയ്യാം. ഇതിൻ്റെയൊക്കെ എമൗണ്ട് ഓരോ ഒരു സ്റ്റാച്യുവിൻ്റെ സൈഡിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ സൈഡിലൊക്കെ കുറേ ആർട്ട് വർക്കുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അതൊക്കെ വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ വർക്കിംഗ് ടൈം വന്നിട്ട് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. തിങ്കളാഴ്ച മാത്രമാണ് ഇവിടെ ഹോളിഡേ, ബാക്കി എല്ലാ ദിവസങ്ങളും ഇവിടെ വർക്കിംഗ് ആണ്. പിന്നെ അതുമാത്രമല്ല, പിന്നെ ഓരോരോ സമയത്ത് ഇവിടെ അവർ ഈവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് നമുക്കിവിടെ നവ്യ നായരുടെ ഡാൻസും നജീം ഹർഷാദിൻ്റെ മ്യൂസിക് കോൺസേർട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോർണിംഗ് ടൈമിലൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ കളരിപ്പയറ്റിൻ്റെയും അതിൻ്റെയൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കിവിടെ ഒന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിന് നമ്മൾ കാണുന്നത് നമ്മുടെ കോക്കനട്ട് വെച്ച് ചെയ്തിട്ടുള്ള ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെയാണ്. നമ്മുടെ തേങ്ങയിൽ നിന്ന് എന്തൊക്കെ വെറൈറ്റി രീതിയിൽ ഓരോ സാധനങ്ങൾ അവർ ചെയ്തേക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല അത്ഭുതം തോന്നും. ഈ പട്ടിയുടെ മുഖവും പിന്നെ കുഞ്ഞു കുഞ്ഞു വീട്, പിന്നെ ഗണപതിയുടെ ഒരു വലിയ ഒരു വിഗ്രഹം തന്നെ അവർ കോക്കനട്ടിൻ്റെ ആ ഒരു രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കാണുന്ന ഗ്ലാസ് ക്രാഫ്റ്റാണ്. ഇവിടെ നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന കുറേ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അതും നല്ല രീതിയിലാണ് നമുക്കിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കിതൊക്കെ ഇതും വാങ്ങിക്കാവുന്നതാണ്. എല്ലാം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിൽ അവർ ടാഗിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ കാണുന്നത് ഇത് ലാമിനേറ്റഡ് വുഡൻ ക്രാഫ്റ്റാണ്. ഇവിടെ നമുക്ക് വുഡ് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഈ തവി, സ്പൂണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വുഡിലാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കഥകളി രൂപം, ഈ വള്ളം, പിന്നെ ആഭരണപ്പെട്ടി, ഇതൊക്കെ നമ്മുടെ കേരളീയരുടെ ട്രഡീഷണൽ രീതിയിലൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫീലായിരിക്കും. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല കിടിലൻ ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കേരളീയരുടെ ട്രഡീഷണൽ രീതിയിലൊക്കെയാണ് അവർ ഫുള്ള് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് വന്നിട്ട് 8.5 ഏക്കറിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി അവർ ചെയ്തിട്ടുള്ളത്. ഈ 8.5 ഏക്കറിലാണ് നമ്മുടെ എത്രയും ഓരോ എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ചെല്ലുന്നത് ഹാൻഡ്ലൂം വില്ലേജിലാണ്. ഇവിടെയാണ് നമുക്ക് ഈ നല്ല ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. എല്ലാം നമുക്ക് ഇവിടെ നിന്ന് നെയ്ത്ത് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. നമ്മൾ നെയ്ത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 നമ്മുടെ ശോഭ വിശ്വനാഥൻ്റെ വീവേഴ്സ് വില്ലേജിൻ്റെ ഹാൻഡ്ലൂമും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഓർമ്മ വരും. കാരണം ഇവിടെ നിന്ന് ആ ഒരു നെയ്ത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു കിടിലൻ ഫീലാണ്. കാരണം നമ്മൾ പണ്ടത്തെ കേരളത്തിൻ്റെ ആ ഒരു ട്രഡീഷണൽ രീതിയിലൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ അകത്ത് ഏതാണ്ട് 27ഓളം സ്റ്റാൾസുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ 27 സ്റ്റാൾസിൽ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ആർട്ട് വർക്കുകളും ക്രാഫ്റ്റ് വർക്കുകളുമാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഉറപ്പോടെ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാവുന്നതാണ്. കാരണം ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് നല്ല നാൾ ഇത് അസസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നത്.
അടുത്തത് നമ്മൾ കാണുന്നത് പൂരം ക്രാഫ്റ്റിലാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു നമ്മുടെ ആനയുടെ ആ ഒരു നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊട്ട് അടുത്തന്നെ നമുക്കിവിടെ ആറന്മുള കണ്ണാടിയുടെ ആ ഒരു സെക്ഷനുണ്ട്. കുറേ ഇനം കണ്ണാടികൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അതിന് തൊട്ടടുത്ത് ഇവിടെ വൈറ്റ് വുഡ് ക്രാഫ്റ്റ് ആണ് ഉള്ളത്. നമ്മുടെ വൈറ്റ് വുഡ് ക്രാഫ്റ്റിൽ നിന്ന് നമ്മുടെ മോഹൻലാലിന് ഇവിടെ ഒരു വലിയൊരു ശില്പം അവർ ഇവിടെ നിന്ന് കൊടുത്തിരുന്നു. അത് ഈ ഇടയ്ക്ക് ന്യൂസൊക്കെ ആയിരുന്നു. മോഹൻലാലിൻ്റെ വീട്ടിൽ കൊണ്ടാണ് അവരിത് കൊടുത്തത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്ക് പേപ്പറിലും ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര റെക്കോർഡായിരുന്നു അത്. ഈ സെക്ഷനിൽ ഫുള്ള് നമുക്ക് വൈറ്റ് വുഡിൽ ചെയ്തിട്ടുള്ള കുറേ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഈ റൂം ഫുള്ളായിട്ടുള്ളത്. നമ്മൾ കാണുന്ന മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ്. ഇവിടെ ഫുള്ള് ഇഷ്ടം പോലെ കുറേ പെയിൻറ്റിങ്സ് ഇവിടെ ഉണ്ട്. അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു കിടില രീതിയിലൊക്കെയാണ് ഉള്ളത്. നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരൊക്കെയാണ് ഇത് ഫുള്ളും വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ അകത്തുള്ള ഇവിടെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. നമ്മൾ കാണുന്നത് മെറ്റൽ ക്രാഫ്റ്റിലാണ്. ഇവിടെ നമുക്ക് സിൽവർ, കോപ്പർ, ബ്രാസിലൊക്കെ ചെയ്തിട്ടുള്ള കുറേ മെറ്റൽ ക്രാഫ്റ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഓരോരോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാവുന്നതാണ്. പിന്നെ ഈ കാണുന്ന 2 വർക്കിന് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടിയ 2 വർക്കാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ തൊട്ട് സൈഡിലുള്ളത് ഡ്രൈ ഫ്ലവർ ക്രാഫ്റ്റ് ആണ്. ഇവിടെ ഫുള്ള് നമുക്ക് പൂക്കൾ വെച്ചിട്ടുള്ള കുറേ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ഏരിയ ഫുള്ളുള്ളത്. ഇതൊക്കെ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ് കിട്ടുന്നത് ഇതൊക്കെ കാണുമ്പോൾ. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇനി അടുത്ത് പോകേണ്ട വേറൊരു സെക്ഷനിലേക്കാണ്. അത് വന്നിട്ട് നേച്ചർ ട്രെയിൽ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ഒരു സെക്ഷൻ്റെ പേര്. നമ്മളിവിടെ ഈ പടിക്കെട്ട് കയറി മേലിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് നേച്ചറായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഫുൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എൻഡിങ് വന്നിട്ട് നമുക്കിവിടെ ഒരു ഓപ്പൺ ഏരിയ സ്റ്റേജ് പോലെ അവർ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഓരോ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ചിലപ്പോൾ വല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരിക്കും. നല്ലൊരു കിടില രീതിയിലാണ് ഇവിടെ ഫുൾ അവർ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്. ആ കാണുന്ന ബിൽഡിങ്സിലാണ് റെസ്റ്റോറൻറ്റും കൺവെൻഷൻ സെൻറ്റർ വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ പുറത്തേക്ക് പോകാറാകുമ്പോഴത്തേക്കും നമുക്കിവിടെ വേറൊരു സെക്ഷനുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ ഫോട്ടോസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും നെട്ടിപ്പിക്കുന്ന കുറേ കാഴ്ചകൾ നമുക്കിതിൻ്റെ അകത്ത് കാണാവുന്നതാണ്. കുറേ നല്ലത് ഹനുമാൻ്റെയും ഗണപതി ശിവൻ്റെയൊക്കെ വിഗ്രഹങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാം നല്ല ഒറിജിനൽ ഫീലിലാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാ വർക്കുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ സ്പൈസസ് ഒക്കെ ഇവിടെ ഈ സൈഡിലൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് ഇവിടുന്ന് സൊവനിയേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. അവിടെയൊക്കെ നമ്മുടെ ശ്രീലങ്ക ഒക്കെ നമുക്ക് സൊവനിയേഴ്സ് ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഈ കൃഷ്ണ വിഗ്രഹങ്ങളും ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ ടാഗുകളും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ളത്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം.
ഈ ഒരു സെക്ഷനിലാണ് നമ്മുടെ ഇൻ്റർനാഷണൽ രാജ്യത്തിലുള്ള ഓരോ സൗവനീഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ വേറൊരു സ്പോട്ടുണ്ട്. ഇവിടെ നമ്മൾ മേലിലേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്കിവിടെ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ കോവളം ബീച്ചും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും മോർണിംഗും ഈവനിങ്ങും ടൈമിൽ ഇവിടെ വരികയാണെങ്കിൽ നല്ല കിടില ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും മാക്സിമം വരാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.